പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ ഈവന്റ് എന്ന ഈ പരിപാടിയുടെ സംഗമത്തിന് എനിക്ക് ഒരു ആദരവുണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്ന് കുടുംബശ്രീയുടെ വാർഷികവും അതുപോലെ നഗരസഭാ തലത്തിലെ ISO പ്രഖ്യാപനവും ആയതിന്റെ ചടങ്ങിലേക്ക് പോകേണ്ടി വന്നതിനാൽ എനിക്ക് ഈ ആദരവ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്, ആ അവസരത്തിൽ എത്തിച്ചേരാൻ പറ്റാത്തതിന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് ഇക്കരംകുഴി യുവ സാംസ്കാരിക വേദിയിൽ വെച്ച് കലാഭവൻ ശശികൃഷ്ണയുടെ ഈ ഒരു വൺമാൻ ഷോ ആദ്യമായി ഞാൻ കാണുന്നത്. അന്ന് തന്നെ അദ്ദേഹവുമായി നല്ല പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. എങ്കിലും വീണ്ടും തൊട്ടടുത്ത മാസം തന്നെ നമുക്കൊരു പരിപാടി വീക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇനിയും നമ്മൾ ഇതുപോലുള്ള വൺമാൻ ഷോ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ പരവൂരിനുള്ളത് എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് വന്നതിൽ എല്ലാ നന്ദിയും, നന്മയിലെ ഓരോ അംഗത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയും CDS ചെയർപേഴ്സൺ ആണെന്നുള്ള കാര്യം. കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത്, അതായത് ഈ കഴിഞ്ഞ 26-ാം തീയതിയായിരുന്നു സംസ്ഥാനതല പ്രഖ്യാപനം. അപ്പോൾ 4 ജില്ലകൾ, കൊല്ലം ഉൾപ്പെടെയുള്ള 5 ജില്ലകളാണ് അതിൽ പങ്കെടുത്തത്. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളായിരുന്നു. അപ്പോൾ അവിടെ വന്നു ISO സർട്ടിഫിക്കേഷൻ നേടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ നമ്മള് പരവൂർ നഗരസഭയാണ് കൊല്ലം ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പരവൂർ നഗരസഭ എന്ന ഒരു ചെറിയ നഗരസഭയിൽ നിന്നും CDS ISO സർട്ടിഫിക്കേഷൻ നേടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മിഷൻ തന്നെ എല്ലാ CDSകൾക്കും ISO എടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകി. ആയതിന്റെ ഫലമായി കൊല്ലം ജില്ല സമ്പൂർണ്ണ ISO നേടിയ ജില്ലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഈ അവസരത്തിൽ ആ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.